Welcome to M-Favor Learning App. Myself Bushra. So, നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ക്ലാസ് ആണ്. ഓക്കെ, സോ M-Favor ലേണിംഗ് ആപ്പ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ട്സ് കറക്റ്റ് ആയിട്ട് ഒന്ന് കീപ്പ് ചെയ്യുക, ക്ലാസ്സും കറക്റ്റായി ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ബുക്ക് ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പം എലമെന്ററി ഓഫ് ബുക്ക് കീപ്പിംഗിൽ വരുന്ന മെയിൻ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, സോ അതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ മീനിങ്. സോ ഫസ്റ്റ് ഓൾ വി ഹാവ് ടു ഗോ ത്രൂ ജസ്റ്റ് മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഫോക്കസ് ഓൺ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ച് ആണ്, ഒരു ഡിവിഷൻ, ഒരു ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് and also that focus on preparation of financial statement. Actually financial accounting പറയുമ്പോൾ തന്നെ it is one of the branch of accounting. അക്കൗണ്ടിങ്ങിന്റെ ഒരു ഡിവിഷൻ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബ്രാഞ്ച് ആണ്. മെയിൻ ആയിട്ട് എന്താണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തതായിരുന്നു. സോ M-Favor ലേണിംഗ് ആപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാ ക്ലാസ്സസും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളും ആണ്. അപ്പോൾ പെട്ടെന്ന് ആ നോട്ട്സുകൾ കറക്റ്റായി ഫോളോ ചെയ്താൽ തന്നെ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി പേയ്മെന്റ് ക്ലാസ്സിൽ നിറയെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വരും. ഓക്കെ, അപ്പം നിങ്ങൾ അത് കറക്റ്റായി ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഫോക്കസസ് ഓൺ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് മെയിനായി പ്രിപ്പയർ ചെയ്യാനും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉദ്ദേശിക്കുന്നത്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, so these statements are used to provide an overview of a company financial performance. Actually ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയൊക്കെയാണെന്ന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യാൻ, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, എക്സാമ്പിൾ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, റെഗുലേറ്ററി അതോറിറ്റീസ്. റെഗുലേറ്ററി അതോറിറ്റീസ് എന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ, അതോറിറ്റീസ് പറഞ്ഞത് അധികാരം, അവർക്ക് മാത്രമേ പവർ ഉണ്ടാവുള്ളൂ റെഗുലേറ്ററി ചെയ്യാൻ, എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അനലിസ്റ്റ്, ഇവരൊക്കെയാണ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ. അപ്പൊ എന്തായിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്, ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒരു ഡിവിഷൻ ആണ്. മെയിൻ ആയിട്ട് എന്താ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഫോർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനാണ് മെയിൻ ഫോക്കസ്. ഒക്കെ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സച്ച് ആസ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് ആൻഡ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഓവറോൾ ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ. സോ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ അനലൈസ് ചെയ്തതിനു ശേഷം ആരടുത്താണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്താണ് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. ആരൊക്കെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ, ഇൻവെസ്റ്റർ, ക്രെഡിറ്റർ, റെഗുലേറ്ററി അതോറിറ്റീസ്, അനലിസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസസ് എന്തൊക്കെയാണ്. മെയിൻ പർപ്പസ് എന്താ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് റെക്കോർഡ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ, നെക്സ്റ്റ് സമ്മറൈസ് ചെയ്യുക ഓവറോൾ ആയിട്ട്. ഈ റെക്കോർഡിങ്ങും സമ്മറൈസിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് റിപ്പോർട്ട് ചെയ്യുക. അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ എങ്ങനെയായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്, സിസ്റ്റമാറ്റിക് ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും വേണം ഫോളോ ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ് അതേഴ്സ് ടു, ഇങ്ങനെ ഈ റൂൾസും റെഗുലേഷൻസും നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, മെയിൻ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ടു ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ, ദെൻ സമ്മറൈസ് ദ ട്രാൻസാക്ഷൻ, ദെൻ റിപ്പോർട്ട് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് എന്ന് പറഞ്ഞു അല്ലെ. സോ അതൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം ചെയ്യാൻ, ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് സ്റ്റാൻഡേർഡൈസ് മാനർ. സിസ്റ്റമാറ്റിക്കും സ്റ്റാൻഡേർഡ് മാനറിലും വേണം ഫോളോ ചെയ്യാൻ. ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ഉണ്ട്, അതുപോലെ വേണം ഫോളോ ചെയ്യാൻ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് അതേഴ്സ് ടു എന്ന് വെച്ചാൽ, അതേഴ്സ് അതിന്റെ അർത്ഥം അത് ഏത് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആസ് പെർ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു, അതിന്റെ മീനിങ് ആണ് അതേഴ്സ് കേട്ടോ. അതേഴ്സ് ടു സ്പെസിഫിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. സോ as per the accounting principles and standards they have to prepare the financial statements. എന്തൊക്കെയാണ്, ഏതൊക്കെ ഈ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എവിടെ ഇൻക്ലൂഡ് ചെയ്യുക, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഗ്യാപ്പിലാണ് കേട്ടോ. ഗ്യാപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ IFRS ആയിരുന്നു. സോ IFRS എന്താ, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ആക്ച്വലി ഈ രണ്ട് സ്റ്റാൻഡേർഡ്സ് പ്രിൻസിപ്പിൾസും ആണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യേണ്ടത്. എന്തൊക്കെയായിരുന്നു, ഒന്ന് ഗ്യാപ്പും ഒന്ന് IFRSും. ഫോർ വാട്ട് പർപ്പസ്, ഫോർ എൻഷുറിംഗ് അക്യുറസി ആൻഡ് ട്രാൻസ്പാരൻസി. അക്യുറസി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ അക്യുറേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്താനും
അതേപോലെ ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ഹെൽപ് ടു ഈസിലി ആക്സസ് ദി ഇൻഫർമേഷൻ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു അപ്പം മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നത്. മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഒന്ന് ബാലൻസ് ഷീറ്റ്, നെക്സ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ടു ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? For the purpose of providing an overview of the company financial performance as well as the position. Okay, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും അതേപോലെ പൊസിഷനും അതിനെക്കുറിച്ചുള്ള ഫുൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ അതിൽ നിന്നും ഓവർവ്യൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ? വളരെ എക്സാമ്പിൾസ് ഫോർ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ സച്ച് ആസ് ഇൻവെസ്റ്റർ, ക്രെഡിറ്റർ, റെഗുലേറ്ററി അതോറിറ്റീസ് ആൻഡ് അനലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മെയിൻ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക? സമ്മറൈസ് ചെയ്യുക, ദെൻ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ, സമ്മറൈസ് ട്രാൻസാക്ഷൻ നമ്മൾ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. സോ റിപ്പോർട്ട് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് ഇൻ എ സിസ്റ്റമാറ്റിക് ആയിട്ടും സ്റ്റാൻഡേർഡ് മാനറിലും എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് അതേഴ്സ് ടു ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഈ റെക്കോർഡ് ചെയ്യുമ്പോഴും സമ്മറൈസ് ചെയ്യുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യേണ്ടത്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ IFRS, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ജനറൽ ആയിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ അക്കോർഡിംഗ് ടു AICP യുടെ ഫുൾ ഫോം എന്തായിരുന്നു? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എ ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ച് ആണ് അല്ലെങ്കിൽ ഫീൽഡ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കൺസേൺ വിത്ത് എന്തൊക്കെയാ ഉള്ളത്? ഫസ്റ്റ് സമ്മറൈസ് ചെയ്യുക, ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ എന്തൊക്കെയാ ട്രാൻസാക്ഷൻ സമ്മറൈസ് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ ബിസിനസ്സിന് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ദേ ഹാവ് ടു റിപ്പോർട്ട്. ദീസ് ഇൻക്ലൂഡ്, സോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫുൾ ആയി പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ആർ യൂസ്ഡ് ബൈ ആക്ച്വലി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ആരാണ് യൂസ് ചെയ്യുക? എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് യൂസ് ചെയ്യുക. എക്സ്റ്റേണൽ പറഞ്ഞാൽ വെളിയിലുള്ള യൂസേഴ്സ് ആണ് യൂസ് ചെയ്യുക അല്ലെ? ആരൊക്കെയായി വെളിയിൽ യൂസേഴ്സ്? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡറിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ യൂസേഴ്സ് സ്റ്റേക്ക് ഹോൾഡർ ആയിരിക്കാം? ഇൻവെസ്റ്റർ, ക്രെഡിറ്റർ, റെഗുലേറ്റർ ആൻഡ് അതേഴ്സ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എബൌട്ട് എന്തിനെ കുറിച്ച്? കമ്പനിയെ കുറിച്ച്. ഓക്കെ, സോ ഡിഫൈൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഡെഫിനേഷൻ തന്നെ പഠിച്ചിരിക്കണം. നമ്മളായിട്ട് വേറെ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. മീനിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഓൺ വേർഡ്സിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എഴുതാം. പക്ഷെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ യു ഹാവ് ടു സ്റ്റഡി ദീസ് ഡെഫിനേഷൻ ഓൺലി. ഓക്കെ, സോ അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ആക്ച്വലി അതിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടാവുക? അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫുൾ റിലേറ്റഡ് ടു ബിസിനസ്. സോ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുക? ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അത് ആരായിരിക്കും കൂടുതലായിട്ട് യൂസ്? ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ് ബൈ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ആരൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സ്? ഇൻവെസ്റ്ററും, ക്രെഡിറ്ററും, റെഗുലേറ്ററും, അതേഴ്സും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ജസ്റ്റ് ഗോ ത്രൂ നെക്സ്റ്റ് ടോപ്പിക്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്തിനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫോർ വാട്ട് പർപ്പസ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? അപ്പൊ അതിനുള്ളതാണ്. സോ ഫസ്റ്റ് ആയിരുന്നു ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. സോ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പ്രൈമറി എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക റെലവന്റ് ആയിട്ടും റിലയബിൾ ആയിട്ടും അക്യുറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക? എക്സ്റ്റേണൽ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. ഏതൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സ്? ഫോർ എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ യൂസേഴ്സ്, ഇൻവെസ്റ്റർ, ക്രെഡിറ്റർ, റെഗുലേറ്റർ. ഓക്കെ, ഫോർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ഹെൽപ് ദം മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. സോ എന്തായിരുന്നു പ്രൈമറി ഒബ്ജക്റ്റീവ്? ഫസ്റ്റ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റെലവന്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ അത്ര ട്രൂ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ആർക്കാണ് കൊടുക്കേണ്ട? എക്സ്റ്റേണൽ യൂസേഴ്സിനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തണം സിസ്റ്റമാറ്റിക് പ്രിപ്പയറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് എന്ത് ചെയ്തിരിക്കണം? ഉറപ്പ് വരുത്തിയിരിക്കണം. ഏതൊക്കെയാണ് കറക്റ്റ് സിസ്റ്റമാറ്റിക് പ്രിപ്പയറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉദ്ദേശിക്കുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് വേയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു? ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, അതേപോലെ നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻടു എ കമ്പനീസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എത്രയുണ്ട്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, കമ്പനിയുടെ ലിക്വിഡിറ്റി എന്താ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ്
ടു കോംപ്ലൈ വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. എന്ന് വെച്ചാൽ കോംപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, സെർട്ടൈൻ റൂൾസ് ആൻഡ് പ്രൊസീജിയർ, അത് കറക്റ്റായി ഫോളോ ചെയ്യുക, അതിനെ കറക്റ്റായി കോപ്പപ്പ് ചെയ്ത് ഫോളോ ചെയ്യാം. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തിനായിരുന്നു ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന? സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, ലീഗലി എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ടാക്സ് ഫയൽ ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക. അപ്പൊ ആനുവലി ഒരു ഓർഗനൈസേഷൻ ആയി കഴിഞ്ഞാൽ ടാക്സ് പേ ചെയ്യണം, അതേപോലെ നമ്മുടെ ഇൻകത്തിന്റെ ബേസ് ചെയ്തിട്ട് എന്തായാലും ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ഓഡിറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫുള്ളായി വെരിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഈ താഴെ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ആക്ച്വലി ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് പ്രിസ്ക്രൈബ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? ഒന്ന് ഗ്യാപ്പും ഒന്ന് IFRS-ഉം. എന്തായിരുന്നു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. IFRS എന്തായിരുന്നു? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ രണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇതിലേതെങ്കിലും. ഓക്കെ, ദീസ് എൻഷുർസ്, ഇതിലൂടെ നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി. എന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഇതിലൂടെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന്റെ മീനിങ് ആണ് ട്രാൻസ്പാരൻസി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബിസിനസ് കറക്റ്റ് ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്? ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമായിരുന്നു? ഒന്ന് ഗ്യാപ്പ് അല്ലെങ്കിൽ IFRS. ഓക്കെ, നെക്സ്റ്റ് ആണ് ടു അസസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അതർ റിലേറ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസി ആയിട്ട് അസസ് ചെയ്യാൻ, അതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് എവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയും പെർഫോമൻസ് എത്രയുണ്ടെന്ന് ഒരു സ്പെസിഫിക് പീരീഡിൽ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് ടു മോണിറ്റർ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് നമുക്കറിയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മെയിൻ ആയിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാം? ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ ബാലൻസ് ഷീറ്റ് ആണ് യൂസ് ചെയ്യുക. സോ ബാലൻസ് ഷീറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഒരു പാർട്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റ് ഷോ ചെയ്തിരിക്കുന്നത്? അസറ്റ്, ലൈബിലിറ്റീസ്, ഇക്വിറ്റീസ് എല്ലാം. സോ ദീസ് ആർ ഹെൽപ്പിംഗ് സ്റ്റേക്ക് ഹോൾഡറിനെയാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആക്ച്വലി നെസസറി ആയിട്ടുള്ള ഡാറ്റ, കറക്റ്റ് ആവശ്യമുള്ള ഡാറ്റ വന്നിട്ട് എക്സ്റ്റേണൽ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റർ, അനലിസ്റ്റ്, ക്രെഡിറ്റേഴ്സ്. സോ ഇവർക്കൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ ഡാറ്റ വന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്, ലെൻഡിങ്ങിനെ കുറിച്ച്, വേറെ ഫിനാൻഷ്യൽ ഡിസിഷനൊക്കെ ഈസി ആയിട്ട് അവർക്ക് ഇൻഫർമേഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, ബിക്കോസ് അതിനുള്ള ഡാറ്റ ആയിരിക്കും എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നെസസറി ഡാറ്റാസ് എക്സ്റ്റേണൽ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയായിരുന്നു? നമ്മുടെ സ്റ്റേക്ക് ഹോൾഡർ, ഇൻവെസ്റ്റർ, അനലിസ്റ്റ്, ക്രെഡിറ്റേഴ്സ്, അങ്ങനെയൊക്കെ. ഓക്കെ, സോ ഇവർക്കൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ്, ലെൻഡിങ്, അതർ ഫിനാൻഷ്യൽ ഡിസിഷനെ കുറിച്ചൊക്കെ ഒന്നുകൂടെ ഈസി ആയിട്ട് ഡാറ്റ വെച്ച് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് ടു എനേബിൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്യാൻ സാധിക്കും. ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യും. ഹിസ്റ്റോറിക്കലുള്ള പാസ്റ്റ് ഇയറിലെ ഡാറ്റാസ് ഒക്കെ എടുത്ത് റെഫർ ചെയ്യാൻ സാധിക്കും ഫോർ ദ പർപ്പസ് ഓഫ് ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യാൻ, ബഡ്ജറ്റ് ചെയ്യാൻ. ഒരു ബഡ്ജറ്റിംഗ് പറഞ്ഞാൽ എന്താണ്? ഒരു ഇയറിൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക. എത്ര വന്നിട്ട് ബൈ ചെയ്യണം, നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സ്പെൻഡിച്ചർ വരിക, എന്തൊക്കെയാണ് റവന്യൂ വരിക, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക? ബഡ്ജറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുക. സോ ഇറ്റ് ഹെൽപ്സ് ബിസിനസ്. ബിസിനസ്സിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഫോർ വാട്ട് പർപ്പസ്? ഇറ്റ് ഹെൽപ്സ് ടു ട്രാക്ക് ചെയ്യുക ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് ട്രാക്ക് ചെയ്യാനും അതേപോലെ തന്നെ റിയലിസ്റ്റിക് ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആയിരുന്നു ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഓഡിറ്റിംഗ്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആക്ച്വലി എന്തായിരുന്നു ഓഫർ ചെയ്യുന്നത്? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സോ ആക്ച്വലി അത് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ വളരെ നീഡഡ് ആണ്. എന്ന് വെച്ചാൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യുമ്പോൾ അതിന് പ്രൂഫ് വേണം, റെക്കോർഡ് വേണം. അപ്പൊ നമുക്ക് പ്രൂഫ് ആയിട്ട് എവിഡൻസ് ആയിട്ട് റെക്കോർഡ് കാണിക്കാൻ സാധിക്കും. സോ കൂടുതലായിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെരിഫൈ ചെയ്യുക. സോ എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ് ഫിനാൻഷ്യൽ റെക്കോർഡ് യൂസ് ചെയ്യുക നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ അക്യുറസിയും ഫെയർനെസ്സും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ് യൂസ് ചെയ്യുക. ഈ ഫിനാൻഷ്യൽ റെക്കോർഡ് വന്നിട്ട് യൂസ് ചെയ്യുക ആക്ച്വലി നമ്മുടെ കമ്പനിയിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എത്രത്തോളം അക്യുറസി ഉണ്ട്, ഫെയർനെസ് ഉണ്ടെന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, നെക്സ്റ്റ് അതേപോലെ ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, നെക്സ്റ്റ് ടു കംപ്ലൈ വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. സോ റിക്വയർമെന്റ്സ് എന്ത് പ്രകാരം ഫോളോ ചെയ്യേണ്ട? ഗ്യാപ്പും IFRS-ഉം കേട്ടോ. നെക്സ്റ്റ് ടു അസസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. നെക്സ്റ്റ് വൺ to monitor financial position. Next, to facilitate decision making, to enable financial planning and control. Last one, to provide a base for auditing. So these are the objectives of financial accounting. Okay, so in next ആണ് features of financial accounting. ഒരു financial accounting features എന്തൊക്കെയാണ് ഉണ്ടാവുക? So first one,
സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക്കലി വേണം, ഒരു സ്ട്രക്ചേർഡ് ഫോമിൽ വേണം എന്ത് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പ്രൊവൈഡ് എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും, ബിസിനസ്സിൽ എന്തൊക്കെയാണോ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അത് ഫുള്ളും. ദീസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് വരുന്നത്, എക്സ്ചേഞ്ച് ഓഫ് മണി, ഗുഡ്സ് ഓർ സർവീസ്, എന്തൊക്കെ മണിയാണ് എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഗുഡ്സ് ആണ് എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത്, സർവീസ് എന്തൊക്കെയാണ്, അത് ഫുള്ളും എന്ത് ചെയ്തിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ. സോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കണം, എന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കണം എല്ലാ ഓർഡറും. ഓക്കെ. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റ് ഓർഡർ വേണം ഫോളോ ചെയ്യാൻ. പക്ഷേ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഡബിൾ എൻട്രി പറയുമ്പോൾ എന്താ, ക്രെഡിറ്റ് സൈഡ് അതേപോലെ തന്നെ ഡെബിറ്റ് സൈഡ്. സോ ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നോട്ട് ഓൺലി എൻഷുറിംഗ് ദാറ്റ്, ഉറപ്പ് വരുത്തണം എവരി ഡെബിറ്റ് ഹാസ് എ, എല്ലാ ഡെബിറ്റിനും അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സൈഡും ഉണ്ടാകും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാകും. ഓക്കെ. സോ എന്തായിരുന്നു ഫസ്റ്റ് ഫീച്ചർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും, ബിസിനസ്സിൽ എന്തൊക്കെയാണോ ട്രാൻസാക്ഷൻ ഉള്ളത് അത് കറക്റ്റായി സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. ദീസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയുള്ളത്, എവരി ഈവന്റ് ആണ് ഉള്ളത്, എക്സ്ചേഞ്ച് ഓഫ് മണി എക്സ്ചേഞ്ച് ചെയ്യുക, ഗുഡ്സ് സർവീസ് അല്ല. സോ ട്രാൻസാക്ഷൻ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഏത് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യേണ്ടത്, double entry system. So before recording any transaction, they have to ensure that every debit has a corresponding credit. ആദ്യം എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഓക്കെ. നെക്സ്റ്റ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് പൊസിഷനും ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഓവറോൾ ആയിട്ട് സമ്മറൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ്, ഫസ്റ്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇതിലൂടെ എന്താ ഷോ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഷോ കമ്പനിയുടെ എത്ര റവന്യൂ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ട്, ഒരു സ്പെസിഫൈഡ് പീരീഡ് എന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരണം കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാന്നുള്ളതാണ്. സോ ഇറ്റ് വിൽ ഹെൽപ്സ് ടു അനലൈസ് ഓർ റിഫ്ലക്ട് കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ ബൈ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ. സോ എന്തൊക്കെയാണ് അസറ്റ്, എന്തൊക്കെയാണ് ലയബിലിറ്റീസ്, ഇക്വിറ്റി എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. So through this we can able to analyze the overall financial position of the business by using the balance sheet. Okay. Next one ആണ് cash flow statement. So cash flow statement, by preparing cash flow statement we can easily able to analyze cash inflow. ഓർഗനൈസേഷനിൽ വിത്തിൻ എത്രയുണ്ട് ക്യാഷ് ഇൻഫ്ലോ എന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഔട്ട്ഫ്ലോ എത്ര പുറത്ത് പോയിട്ടുണ്ട്, എത്ര ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്, ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഡ്യൂറിങ് എന്തൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് അതറൻസ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതറൻസ് എന്ന് പറഞ്ഞ ആസ് പെർ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു, എന്തൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ആക്ച്വലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ മസ്റ്റ് കംപ്ലൈ വിത്ത് ഏതാണ്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. എന്താ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉദ്ദേശിക്കുന്നത്, ഗ്യാപ്പ്. ഓക്കെ. ഗ്യാപ്പ് അല്ലെങ്കിൽ IFRS ആണ്. ഗ്യാപ്പ് എന്തായിരുന്നു, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. അതേപോലെ IFRS എന്തായിരുന്നു, IFRS എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ IFRS എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ സ്റ്റാൻഡേർഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം ആക്ച്വലി ഈ ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഫുള്ളും എന്താണ്, കൺസിസ്റ്റന്റ് ആണ്, റിലയബിൾ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ എന്ത് ചെയ്യണം, നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ഓക്കെ. സോ അതറൻസ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതറൻസ് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വേണം ഫോളോ ചെയ്യാൻ. ഏതൊക്കെയായിരുന്നു, ഒന്ന് ഗ്യാപ്പ് അല്ലെങ്കിൽ എന്തായിരുന്നു IFRS. ഓക്കെ. ഈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ പ്രിപ്പയർ ചെയ്ത എല്ലാ ഇൻഫർമേഷനും എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും കൺസിസ്റ്റന്റ് ആണ്, അക്യുറേറ്റ് ആണ്, റിലയബിൾ ആണ്, ട്രാൻസ്പെറന്റ് ആണെന്ന് എന്തിരിക്കണം, അവര് ഉറപ്പ് വരുത്തണം. ഓക്കെ. നെക്സ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ നേച്ചർ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ആക്ച്വലി ഹിസ്റ്റോറിക്കൽ ട്രാൻസാക്ഷൻ ആദ്യം എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ഇറ്റ് ഓൺലി ഡീൽസ് വിത്ത് ട്രാൻസാക്ഷൻ ആൻഡ് ഓൾറെഡി റെക്കോർഡർ എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ ഓൾറെഡി ഒക്കർ ചെയ്ത ട്രാൻസാക്ഷനെ കുറിച്ച് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, ഡീൽ ചെയ്യുള്ളൂ. അതാണ് ഓൾറെഡി ഒക്കർ ചെയ്ത ട്രാൻസാക്ഷൻ മാത്രം ഡീൽ ചെയ്യുള്ളൂ. ഏതിൽ, ഹിസ്റ്റോറിക്കൽ നേച്ചറിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ട്, ഹിസ്റ്റോറിക്കൽ ട്രാൻസാക്ഷൻ മാത്രമുള്ള റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. സോ ഇവിടെ ഓൾറെഡി ഒക്കർ ചെയ്ത ട്രാൻസാക്ഷൻ ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. ദ എംഫസൈസ് ഈസ് ഓൺ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്യുക, അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യുക. ഫ്യൂച്ചർ ഔട്ട്കംസിനെ പ്രിഡിക്ട് ചെയ്യുന്നതിനേക്കാളും ഇവർ എന്ത് ചെയ്യുക, പാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, പാസ്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ ഫുൾ ആയിട്ട് അനലൈസ് ചെയ്യുക. സോ ഹിസ്റ്റോറിക്കൽ നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിലെ പാസ്റ്റിൽ എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്, ഇവർ എന്ത് ചെയ്യുക, ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുക. ഓക്കെ. ബിക്കോസ് ഇവർ ഫ്യൂച്ചർ ഔട്ട്കംസിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അവർ പ്രീവിയസ്ലി എന്തൊക്കെയാണ് നടന്നത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സ്റ്റഡി ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഒബ്ജക്ടിവിറ്റി ആൻഡ് റിലയബിലിറ്റി എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, സോ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ഒബ്ജക്റ്റീവ് ഡാറ്റയാണ്. ഒബ്ജക്റ്റീവ് ഡാറ്റ പറയുമ്പോൾ എന്തൊക്കെയാണ്,
ഇൻവോയ്സസ് എന്ന് വെച്ചാൽ ബില്ല്, റെസിപ്റ്റ്, കോൺട്രാക്ട്, ഇതൊക്കെ നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യാം, ഇതൊക്കെ എവിഡൻസ് ആണ് അല്ലെ. സോ ഇതിലൂടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. എൻഷുർ പ്രൊവൈഡ് ചെയ്ത ഫുൾ ഇൻഫർമേഷൻ ബിഫോർ ദാറ്റ് വി ഹാവ് ടു എൻഷുർ ഇറ്റ് ഈസ് റിലയബിൾ, കറക്റ്റ് ആണ്, ട്രൂ ആണെന്ന് എന്ത് ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തണം. ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കണം, അത് എന്ത് ചെയ്തിരിക്കണം, ഫുൾ ആയിട്ട് വെരിഫൈ ചെയ്തിരിക്കണം, സപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഫിസിക്കൽ ആയിട്ട് ഡോക്യുമെന്റേഷൻ എവിഡൻസ് ഉണ്ടായിരിക്കണം. എന്നാലും കറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇന്റഗ്രിറ്റി കോർപ്പറേഷനോട് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫർമേഷൻ ഫുള്ളും ഒബ്ജക്റ്റീവ് ഡാറ്റ ആയിരിക്കണം എന്ന് വെച്ചാൽ അതിന് എവിഡൻസ് ആയിട്ട് ഇൻവോയ്സ്, റെസിപ്റ്റും കോൺട്രാക്റ്റും ഉണ്ടായിരിക്കണം. ഇതിലൂടെ നമുക്ക് റിലയബിൾ ആണെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ആൻഡ് ഓൾസോ ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും എന്ത് ചെയ്യാൻ പറ്റണം, ഇറ്റ് മേ ബി ഏബിൾ ടു വെരിഫൈ ചെയ്യാൻ പറ്റിയിരിക്കണം. അതേപോലെ ഫിസിക്കൽ ഡോക്യുമെന്റേഷൻ, അതിന്റെ തെളിവായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, എല്ലാ എവിഡൻസും ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കോർപ്പറേഷനോട് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മോണിറ്ററി മെഷർമെന്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ബേസ് ചെയ്തിട്ടായിരുന്നു, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ പ്രിൻസിപ്പിൾ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് മണി. മണിയുടെ ടേംസിലാണ് എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ദിസ് മീൻസ് ദാറ്റ് നോൺ മോണിറ്ററി ഈവന്റ് ഉണ്ടെന്ന് വെച്ചാൽ എംപ്ലോയിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഇതൊന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല അല്ലെ. ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു, എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും എന്തിലായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ ടേംസിലായിരിക്കും എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് വിൽ ബി ഏബിൾ ടു കമ്പയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ആയിരുന്നു എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻലി ആർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. ആരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന, ഇൻവെസ്റ്റർ, ക്രെഡിറ്റർ, റെഗുലേറ്ററി ബോഡീസ്, അതേപോലെ ടാക്സ് അതോറിറ്റി. റെഗുലേറ്ററി ബോഡീസ് പറഞ്ഞാൽ അവർക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളൂ. ഓക്കെ, സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻലി പ്രിപ്പയർ ചെയ്തത് എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പീരിയോഡിക് റിപ്പോർട്ടിംഗ് ആണ്. പീരിയോഡിക് റിപ്പോർട്ടിംഗ് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യുക, പീരിയോഡിക്കലി എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. പീരിയോഡിക്കായിട്ട് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക, മന്ത്ലി ആവാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആനുവലി ആകാം. സോ എന്ത് ചെയ്യുക, ഇതിൽ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വന്നിട്ട് പീരിയോഡിക് ബേസിസിൽ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റെഗുലർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്തിനാണ് സ്റ്റേക്ക് ഹോൾഡറിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇറ്റ് വിൽ ഈസിലി ഹെൽപ്പ് ടു കമ്പനിയിലെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും അതേപോലെ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഓവറോൾ ആയിട്ട് അസസ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. ഓക്കെ, സോ പീരിയോഡിക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഇൻവോൾവ്സ് റിപ്പോർട്ടിംഗ് ഓൺ പീരിയോഡിക് ബേസിസിൽ റിപ്പോർട്ട് ചെയ്യുക, ഒന്നില്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഓർ ആനുവലി. സോ റെഗുലർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ട്രാക്ക് കമ്പനിയുടെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും ഫിനാൻഷ്യൽ ഹെൽത്ത് അസസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കൺസിസ്റ്റൻസി ആൻഡ് കമ്പയറബിലിറ്റി എന്ന് വെച്ചാൽ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, കൺസിസ്റ്റൻസി, അക്യുറേറ്റ് ആയിരിക്കണം. സോ അതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈസി ആയിട്ട് ഫിനാൻഷ്യൽ ഡാറ്റാസ് ഫുള്ളും ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈമിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വേറെ കമ്പനീസ് വെച്ച്. ഓക്കെ, സോ കൺസിസ്റ്റൻസ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ്, കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് വേണം യൂസ് ചെയ്യാൻ. ആൻഡ് ഓൾസോ അവർ എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത് വേറെ കമ്പനീസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഓക്കെ, സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? First one, systematic recording of transaction. Next, preparation of financial statements. Next one, adherence to accounting standards. Next one, historical nature, objectivity and reliability, monetary measurement, external reporting, periodic reporting, consistency and comparability. Okay, so these are the features of financial accounting. So നമുക്കിപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസ് എക്സാമും ഉണ്ട്, അതേപോലെ തന്നെ മെയിൻ എക്സാമും ഉണ്ട്. ഓക്കെ, സോ അതിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് എംഫേവർ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക, ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ അതിന് റിലേറ്റഡ് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോകുക. നിങ്ങൾ പേയ്മെന്റ് കൊടുത്ത് ഈ കോഴ്സിലോട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് into which two main categories? രണ്ട് മെയിൻ കാറ്റഗറി ആയിട്ട് ബാലൻസ് ഷീറ്റ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: എ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ബി റവന്യൂ ആൻഡ് എക്സ്പെൻസ്, സി ക്യാപിറ്റൽ റിസർവ്, ഡി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ബാലൻസ് ഷീറ്റ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഏതൊക്കെയാണ്, നമ്മൾ രണ്ട് കാറ്റഗറീസ്, അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോ കമ്പനി ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം? ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്? കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഷോ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു? നമ്മൾ എപ്പോഴും ഞാൻ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ ഏത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫോളോ ചെയ്യുക? ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. എന്തായിരുന്നു ആൻസർ? ബാലൻസ് ഷീറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ്,
In a double entry bookkeeping system, every transaction is recorded in at least. അപ്പോൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൽ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഏതൊക്കെ 1 അക്കൗണ്ട് ആണ്, 2 അക്കൗണ്ട് ആണ്, 3 അക്കൗണ്ട് ആണ്, 4 അക്കൗണ്ട് ആണ്, ഏതാണ് 2 അക്കൗണ്ട് ആണ് അല്ലെ. ഡബിൾ എൻട്രി ബുക്കിംഗിൽ ഏതൊക്കെ ഉണ്ടാവുക, ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും ആണ്. അപ്പോൾ ഡബിൾ എൻട്രി ബുക്കിംഗ് സിസ്റ്റത്തിൽ എവരി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് എന്താണ് 2 അക്കൗണ്ടിലായിരിക്കും. 2 അക്കൗണ്ടിലാണെങ്കിൽ റെക്കോർഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ആൻസർ എന്തായിരുന്നു 2 അക്കൗണ്ട്സ്. അപ്പോൾ ഡബിൾ എൻട്രി ബുക്കിംഗ് സിസ്റ്റത്തിൽ എവരി ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ഏതൊക്കെയായിരുന്നു, ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. അതാണ് 1 ആസ് എ ഡെബിറ്റ് ആൻഡ് 1 ആസ് എ ക്രെഡിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിരുന്നു ആക്ച്വലി ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ എക്സാമ്പിൾസ് വന്നിട്ട് എന്തൊക്കെയായിരിക്കും എന്നാ ചോദിച്ചിരിക്കണം. അപ്പം ഇൻവെന്ററി നമുക്കറിയാം കറണ്ട് അസറ്റ് ആണ്, അതേപോലെ ക്യാഷ് എന്താണ് കറണ്ട് അസറ്റ് ആണ്, ലാൻഡ് എന്തായിരുന്നു ഫിക്സഡ് അസറ്റ് ആണ്, പക്ഷെ പാറ്റന്റ് എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്തായിരുന്നു ബി, ഇൻടാഞ്ചിബിൾ പാറ്റന്റ് ആണ്. ഓക്കെ, അതെന്തായിരുന്നു ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ്, cash flow statement is divided into 3 activities. Which of the following is not one of these activities? So cash flow statement actually divide ചെയ്തിരിക്കുന്നത് 3 activities ആണ്. ഇതിൽ ഏതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരാതെ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ അത് ഇൻക്ലൂഡ് ചെയ്യാത്ത ആക്ടിവിറ്റീസ് ഏതാന്നുള്ളതാണ്. സോ ക്യാഷ് ഫ്ലോയിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഏതാ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ആൻസർ റിപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മെയിൻ പർപ്പസ് ഓഫ് ട്രയൽ ബാലൻസ്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ പർപ്പസ് എന്തായിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഓപ്ഷൻ എ, എൻഷുർ ദാറ്റ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് ഇൻ ബാലൻസ്. ഫസ്റ്റ് ഉറപ്പുവരുത്തണം അക്കൗണ്ടിംഗ് ഇക്വേഷൻ ബാലൻസ് ആണെന്ന്. സെക്കൻഡ്, പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഡാറ്റ എങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടത്? എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനാണ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ്, എൻഷുർ ദാറ്റ് ടോട്ടൽ ഡെബിറ്റ് ഈക്വൽ ടോട്ടൽ ക്രെഡിറ്റ് ഇൻ ദ ലെഡ്ജർ. അപ്പൊ ആദ്യം നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും ഈക്വൽ ആണ് ലെഡ്ജർ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്തായിരുന്നു? ഓപ്ഷൻ ഡി, കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? മെയിൻ പർപ്പസ് ഓഫ് എ ട്രയൽ ബാലൻസ്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് മെയിൻ പർപ്പസ് എന്നാണ്. സോ എന്തായിരുന്നു നമ്മുടെ ആൻസർ? എൻഷുർ ദാറ്റ് ബിഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ദേ ഹാവ് ടു എൻഷുർ ദാറ്റ് ടോട്ടൽ ഡെബിറ്റ് ഈക്വൽ ടോട്ടൽ ക്രെഡിറ്റ്. ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും ഈക്വൽ ആണെന്ന് എന്ത് ചെയ്തിരിക്കണം, എൻഷുർ ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തണം. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. സോ മെയിൻ പർപ്പസ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് ടു എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, എൻഷുർ ദാറ്റ് ടോട്ടൽ ഡെബിറ്റ് ഈക്വൽ ടോട്ടൽ ക്രെഡിറ്റ് ഇൻ ദ ലെഡ്ജർ. ഓക്കെ, നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇതിൽ ഏതായിരുന്നു നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ കൺസിഡർ ചെയ്യുക? ഡിപ്രിസിയേഷൻ ഓഫ് അസറ്റ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി വിത്ഡ്രോവൽ ഓഫ് ക്യാഷ് ബൈ ആൻ ഓണർ, ഓപ്ഷൻ സി ഇൻക്രീസിംഗ് ഗുഡ് വിൽ, ഓപ്ഷൻ ഡി പർച്ചേസ് ഓഫ് മെഷീനറി. നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ്. ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അസറ്റ് ഡിപ്രിസിയേഷൻ ആയി പോവുക എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നാളെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിയർ ആൻഡ് ടിയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കോസ് ചെയ്യും അല്ലെ, ഒബ്സോലിസൻസ് ഒക്കെ വരും. അതേപോലെ വിത്ഡ്രോ ഓഫ് ക്യാഷ് ബൈ ഓണർ ക്യാഷ് വിത്ഡ്രോ ചെയ്യുക, ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുക. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇത് മൂന്നും കൺസിഡർ ചെയ്യില്ല. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് എന്താ കൺസിഡർ ചെയ്യാം? ഓപ്ഷൻ ഡി, ആൻസർ എന്തായിരുന്നു? പർച്ചേസ് ഓഫ് മെഷീനറി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, വാട്ട് ഡസ് ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ സ്റ്റേറ്റ്. സോ അക്കൗണ്ടിംഗ് ഇക്വേഷന്റെ എന്തായിരുന്നു ഇക്വേഷൻ എന്നാണ്. വാട്ട് ഡസ് ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ സ്റ്റേറ്റ്സ് എന്നായിരുന്നു. Asset equal to liabilities plus shareholders equity option A. Option B, asset equal to revenue plus expenses. Option C, liabilities is equal to asset minus revenue. Option D, liabilities equal to assets plus shareholders equity. So നമ്മുടെ എന്തായിരുന്നു ആൻസർ? ആൻസർ എ, asset equal to liabilities plus shareholders equity. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയാ ആൻസർ എന്ന് പറയുന്നത്. സോ എന്തായിരുന്നു അക്കൗണ്ടിംഗ് ഇക്വേഷൻ? എന്തായിരുന്നു? asset equal to liabilities plus shareholders equity. Option A is the answer. നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കറന്റ് അസറ്റ്. കറന്റ് അസറ്റിന്റെ എക്സാമ്പിൾ എന്താണ്? നമുക്ക് എന്തറിയാം, ക്വസ്റ്റ്യൻ തന്നെ അറിയാം, ലാൻഡ്, ബിൽഡിംഗ്, ഇൻവെന്ററി, മെഷീനറി. ഇതിലെ ലാൻഡ്, ബിൽഡിംഗ് ഇൻവെന്ററി എന്തായിരുന്നു? ലാൻഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഫിക്സഡ് അസറ്റ് ആണ് അല്ലെ. അതേപോലെ മെഷീനറി എന്തായിരുന്നു? ഫിക്സഡ് അസറ്റ് ആണ്. ഇതിൽ നമുക്ക് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി ഒക്കെ ഫിക്സഡ് അസറ്റിൽ പെട്ടത്. ഇൻവെന്ററി ആണ് എന്തെന്ന് പറയുന്നത്? കറന്റ് അസറ്റിന്റെ എക്സാമ്പിൾ. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാത്തതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാത്തതെന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ആക്ച്വലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാത്ത പറയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാത്ത എന്തായിരുന്നു? ട്രയൽ ബാലൻസ് ആണ്. ബിക്കോസ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏതിൽ വരുന്നതാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാത്ത എന്തായിരുന്നു? ട്രയൽ ബാലൻസ്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ,
സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. സോ മീനിങ് അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക. എംഫേവർ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ പേയ്മെന്റ് കോഴ്സിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക, ടൈം കളയരുത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ദീസ് ആർ ദി മീനിങ് ആൻഡ് ഡെഫിനിഷൻ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ്, നെക്സ്റ്റ് features and objective questions related to financial accounting. Okay, so ഇത് ഫുൾ ആയിട്ട് റെഫർ ചെയ്യുക. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അതേപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലോട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പോയത്. നെക്സ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ എന്തായാലും നമ്മുടെ കംപ്ലീറ്റ് ആയത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ മീനിങ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് അതേപോലെ ഒരു അക്കൗണ്ടിങ്ങിന് ഒരു ബ്രാഞ്ച് വരുന്നതാണ്. ദാറ്റ് ഡീൽസ് വിത്ത് എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. എന്തൊക്കെയാണ് കോസ്റ്റ്സ് റെക്കോർഡ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് ദെൻ എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അലോക്കേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക എന്തൊക്കെ കോസ്റ്റ് ആണ് ഉള്ളത്. സോ അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തായിരുന്നു? ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അതേപോലെ എങ്ങനെയൊക്കെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ അവർക്ക് എന്ത് ചെയ്യുക? ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക ഡിസിഷൻ മേക്കിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട്. ഫോർ വാട്ട് പർപ്പസ്? ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സോടെ പെർഫോം ചെയ്യാനും. ഓക്കെ, സോ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് വൺ ഓഫ് ദി ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിന് ഒരു ബ്രാഞ്ച് ആണ്. എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യും? ഒരു കമ്പനിയിൽ കോസ്റ്റ് എത്രയാണെന്നൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതേപോലെ ക്ലാസിഫൈ ചെയ്യുക. റെക്കോർഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? എല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തർക്കും എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓവറോൾ ആയിട്ട് എല്ലാ കോസ്റ്റും അനലൈസ് ചെയ്യുക. എന്ത് ചെയ്യുക? ഒരു ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. സോ വാട്ട് ഈസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? ഡിറ്റർമൈൻ ചെയ്യുക ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എന്തൊക്കെയാണ്. അതേപോലെ എന്ത് ചെയ്യുക? അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക? ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണേ? ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇൻഫർമേഷൻ വന്നിട്ട് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് വിൽ ബി ഈസി ടു ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. സോ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഡെഫിനിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു ICMA ഫുൾ ഫോം എന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആക്ച്വലി കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഡിഫൈൻഡ് ആസ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റിംഗിന് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുക, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, മെത്തേഡ്സ്, ടെക്നിക്സ്, ഇത് ഫുള്ളും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. എവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? കോസ്റ്റിനെ കുറിച്ച് റെക്കോർഡ് ചെയ്യുമ്പോഴും അതേ റെക്കോർഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യും? അപ്രോപ്രിയേറ്റഡ് എക്സ്പെൻസ് ഫുള്ളും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക? കോസ്റ്റ് സെന്ററിനും. കോസ്റ്റ് സെന്റർ പറയുമ്പോൾ പ്രൊഡക്ഷൻ സെന്റർ, ഇൻവെസ്റ്റ്മെന്റ് സെന്റർ, അങ്ങനെ ഓരോ സെന്റേഴ്സ് അന്ന് എന്ത് ചെയ്യുക? കോസ്റ്റ് സെന്ററിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെന്ററിന് കോസ്റ്റ് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ്പെൻഡിച്ചർ എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വിത്ത് വ്യൂ ടു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസസിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിരുന്നു. അതിലൂടെ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക എത്ര സേവിങ്സ് ഉണ്ടെന്ന് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. പ്രീവിയസ്ലി ഇയറിൽ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ICMA കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ദെൻ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. എന്തിനാ അപ്ലൈ ചെയ്യുക? ടു ദ റെക്കോർഡിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റഡ് എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എക്സ്പെൻഡിച്ചറിൽ എവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? കോസ്റ്റ് സെന്ററിലും. അതേപോലെ എവിടെ അലോക്കേറ്റ് ചെയ്യേണ്ടത്? കോസ്റ്റ് യൂണിറ്റിലും. അലോക്കേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ വാർ പർപ്പസ് ഇൻ ഓർഡർ ടു അസർട്ടൈൻ പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനാണ് ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ്. അതേപോലെ ഇതിലൂടെ എന്ത് ചെയ്യുക? സേവിങ്സ് എത്രയാണ് അനലൈസ് ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക? പ്രീവിയസ് ബഡ്ജറ്റ് ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ഓക്കെ, സോ എന്തായിരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്? അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ്, പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു റെക്കോർഡിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. ആർക്ക് അലോക്കേറ്റ് എക്സ്പെൻഡിച്ചർ? കോസ്റ്റ് സെന്റർ, കോസ്റ്റ് യൂണിറ്റ്. എന്തിനാ അലോക്കേറ്റ് ചെയ്യണേ? ഫോർ ദ പർപ്പസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് അനലൈസ് ചെയ്യുക എത്ര സേവിങ്സ് ഉണ്ട്. അതേപോലെ പ്രീവിയസ് ബഡ്ജറ്റ് നമ്മൾ പ്രീവിയസ്ലി സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് ചെയ്യുക? സേവിങ്സ് ആണോ അല്ലെങ്കിൽ എക്സസ് ആണോ എന്ന് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഫസ്റ്റ് ആയിരുന്നു എന്ത് ചെയ്യുക? കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. സോ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻ ആയിട്ട് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ?
ആദ്യം എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക ഏതൊക്കെ ഏരിയസിലാണ് കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്, റെഡ്യൂസ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സോ ബൈ മോണിറ്റർ. അപ്പൊ എക്സ്പെൻസ് നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബിസിനസ്സിന് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എവിടെയാണ് ഇൻഎഫിഷ്യൻസി, എന്തൊക്കെയാണ് പ്രോബ്ലംസ് എല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും, എവിടെയാണ് വേസ്റ്റ് ആവണേ, എവിടെ ഇൻഎഫിഷ്യൻസി എന്നുള്ള പ്രശ്നം. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന വേരിയസ് കാറ്റഗറീസ് ആയിട്ടാണ് ആക്ച്വലി കോസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് കോസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത്? ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? എക്സാമ്പിൾ റോ മെറ്റീരിയൽ, ലേബർ, ഇതൊക്കെ എന്താ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തായിരുന്നു? ഓവർ ഹെഡ് ഈസ് ഓൾസോ കാൾഡ് എന്തായിരുന്നു? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരുന്നു. സോ ദിസ് ക്ലാസിഫിക്കേഷൻ എന്തിനെ ഹെൽപ്പ് ചെയ്യണേ? ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോസ്റ്റ് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ആയിരുന്നു എന്താണ്? സോ അപ്പൊ എന്താണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? വേരിയസ് കാറ്റഗറീസ് ആയിട്ടാണ് കോസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ഓക്കെ, സോ ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിൾ ആണ് റോ മെറ്റീരിയൽ, ലേബറും കൊടുത്തിരിക്കുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് ഓവർ ഹെഡ്. സോ ദിസ് ക്ലാസിഫിക്കേഷൻ വിൽ ഹെൽപ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? By the help of classification of cost, it will be easier to analyze the detailed cost. Okay, analyze ചെയ്യാൻ സാധിക്കും ഡീറ്റെയിൽ ആയിട്ട് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റിംഗ് മെത്തേഡ്സ്. കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ABC പറയുമ്പോൾ വൺ ഓഫ് ദ കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഉള്ളത്. ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, അങ്ങനെ കുറെ കോസ്റ്റ് ഉണ്ട്. അതിനനുസരിച്ച് ABC എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആയിരുന്നു. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്തിരിക്കുന്നത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ട്, കോൺട്രാക്ട് ഉണ്ട്, ബാച്ച് കോസ്റ്റിംഗ് ഉണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റിംഗ് റെക്കോർഡ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഓഫ് കോസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, അത് കീപ്പ് ചെയ്യാൻ സാധിക്കും, പ്രൊഡക്ഷൻ റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്. ദീസ് റെക്കോർഡ്സ്, ഈ റെക്കോർഡ്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യണേ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അതേപോലെ എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബൈ അനലൈസിങ്, കോസ്റ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ബഡ്ജറ്റ് വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് വെച്ച് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കണം? മാനേജ്മെന്റിന് വിത്ത് ടൂൾ ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിനാൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് വരുത്താൻ സാധിക്കും, ഇംപ്രൂവിങ്. സോ ത്രൂ ദീസ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് ഓവറോൾ എഫിഷ്യൻസി ഇൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു ബൈ ഫിനാൻഷ്യൽ കൺട്രോൾ എന്തൊക്കെയായിരുന്നു വരിക? ആക്ച്വലി ഫിനാൻഷ്യൽ കൺട്രോൾ വരുന്നതാണ് ബൈ അനലൈസിങ് കോസ്റ്റ്. അപ്പോൾ ഈ കോസ്റ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സെറ്റ് ചെയ്ത പ്രീവിയസ് ഇയർലി സെറ്റ് ചെയ്ത ഒരു ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കും. എത്ര റവന്യൂ എല്ലാം വരും, എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് ഒരു ബിഫോർ ആയിട്ടൊന്ന് പ്ലാൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക ബഡ്ജറ്റ് ആയിട്ട്, നമ്മൾ സെറ്റ് ചെയ്ത ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യുക. സോ കോസ്റ്റ് അക്കൗണ്ടിന് ഈസി ആയിട്ട് മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എങ്ങനെയൊക്കെ ഫിനാൻസ് കൺട്രോൾ ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും, എങ്ങനെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റ് അലോക്കേഷൻ. സോ കോസ്റ്റ് ആക്ച്വലി ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്. ആക്ച്വലി അലോക്കേറ്റ് ചെയ്യാൻ ഡിഫറെന്റ് കോസ്റ്റ് സെന്ററിനായിരിക്കും അലോക്കേഷൻ മെത്തേഡ് പ്രകാരം പ്രീ ഡിഫൈൻ എന്ന് വെച്ചാൽ ഓൾറെഡി സെറ്റ് ചെയ്ത അലോക്കേഷൻ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ആട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഫാക്ടറി ഓവർ ഹെഡ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി എങ്ങനെ അലോക്കേറ്റ് ചെയ്യുക? ഡിഫറെന്റ് കോസ്റ്റ് സെന്ററിലാണ് എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അത് എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും? പ്രീ ഡിഫൈൻഡ് അലോക്കേഷൻ മെത്തേഡ്. ഓൾറെഡി ഇവിടെ കുറെ കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാച്ച് കോസ്റ്റ് ആണെങ്കിൽ എന്താണ്? ഓരോ ബാച്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പ്രോഡക്റ്റ് എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും, പക്ഷെ ബാച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? ആക്ച്വലി പ്രോഫിറ്റബിലിറ്റി വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഡിറ്റർമൈൻ ചെയ്യാനായിരുന്നു കോസ്റ്റ് വന്നിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ സാധിക്കും എത്ര കോസ്റ്റ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അതേപോലെ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈൻ. അപ്പോൾ എന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്? ആക്ച്വലി പ്രോഫിറ്റബിലിറ്റി, പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസസിന്റെ പ്രോഫിറ്റബിലിറ്റി ഈസിയായി ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ എത്ര കോസ്റ്റ് ഉണ്ട്, റവന്യൂ എത്ര ജനറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു ആക്ച്വലി നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? ഫസ്റ്റ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിഡക്ഷൻ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, നെക്സ്റ്റ് കോസ്റ്റിംഗ് മെത്തേഡ്സ്, നെക്സ്റ്റ് എന്തായിരുന്നു? കോസ്റ്റിംഗ് റെക്കോർഡ്, നെക്സ്റ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ, നെക്സ്റ്റ് കോസ്റ്റ് അലോക്കേഷൻ, നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്തായിരുന്നു?
കോസ്റ്റ് ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ് ഡിറ്റർമൈൻ ചെയ്യുക. ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. ഡയറക്റ്റ് കോസ്റ്റിന്റെ എക്സാമ്പിൾ എന്തായിരുന്നു, മെറ്റീരിയൽ അല്ലെങ്കിൽ ലേബർ ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തായിരുന്നു, ഓവർ ഹെഡ്. സോ ഇതിലൂടെ നമുക്ക് ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഈസി ആയിട്ട്. അവരെന്ത് ചെയ്യുക, കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് സ്ട്രാറ്റജി, പ്രൈസ് സ്ട്രാറ്റജി കുറേ ഉണ്ട്. പ്രൈസ് സ്ട്രാറ്റജി എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെനട്രേഷൻ പ്രൈസിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ ആദ്യം ലോ പ്രൈസിൽ പ്രോഡക്റ്റ് ഫിക്സ് നടത്തുക. ഫിക്സ് ചെയ്തതിനു ശേഷം സെല് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ സാധിക്കും. പെനട്രേഷൻ, അങ്ങനെ ഓരോ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനാ മെയിൻ എയിം എന്താ, കൺട്രോൾ ചെയ്യുക കോസ്റ്റ്. എങ്ങനെ കൺട്രോൾ ചെയ്യുക, ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും എന്ത് ചെയ്യുക, ജസ്റ്റ് കമ്പയർ ചെയ്യുക. സോ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് വേരിയൻസസ് അനലൈസ് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഏതൊക്കെ ഏരിയ ആണെന്ന്. അപ്പം എന്തെങ്കിലും വേരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഈ പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ വേരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, അതിനനുസരിച്ച് കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ഓവർകം ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ ആണ്. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പറയുമ്പോൾ എന്ത് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ആക്ച്വലി നമ്മൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുക, കുറയ്ക്കൊന്നും വേണ്ട. പക്ഷെ എന്ത് ചെയ്യുക, കോസ്റ്റ് മാത്രം എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ഫസ്റ്റ് എവിടെയാണ് ഇൻഎഫിഷ്യൻസി, എന്താണ് പ്രോബ്ലം സംഭവിച്ച പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഐഡന്റിഫൈ ചെയ്യുക. സോ ഇതിലൂടെ എന്ത് ചെയ്യുക, കോസ്റ്റ് സേവിങ് മെഷർ എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് പ്ലാനിങ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇറ്റ് വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് ചെയ്യാൻ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും പ്ലാൻ ചെയ്യാൻ. പ്രോഫിറ്റ് എങ്ങനെയൊക്കെയാണ് മേക്ക് ചെയ്യേണ്ടത്, ബ്രേക്ക് ഈവൺ പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ടാർഗറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ സാധിക്കും ഈ ഡാറ്റാസിലൂടെ. നെക്സ്റ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുക മാനേജ്മെന്റിന്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസിഷൻ മേക്ക് ചെയ്യാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, ഡിസിഷൻ എന്തൊക്കെ, പ്രൈസിങ്ങിന് റിലേറ്റ് ചെയ്തിട്ട്, പ്രോഡക്റ്റ് മിക്സിന് റിലേറ്റ് ചെയ്തിട്ട്, ഡിസ്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ട്, അത് അണ്ടർ പെർഫോം നന്നായി പെർഫോം ചെയ്യാത്ത ഒരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഈസി ആയിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബഡ്ജറ്റിംഗ് ആണ്. സോ ബഡ്ജറ്റിംഗ് എന്തിനാണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത്, അക്യുറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫ്യൂച്ചർ എത്ര ഉണ്ട് കോസ്റ്റ് എന്ന് ആദ്യം പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവർ ഫ്യൂച്ചർ കോസ്റ്റ് പ്രിഡിക്ട് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ഓൾസോ ബിസിനസ്സിന് ഈസി ആയിട്ട് റിസോഴ്സ് വന്നിട്ട് അലോക്കേറ്റ് ചെയ്യാനും ഒപ്റ്റിമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ എങ്ങനെയായിരിക്കും അക്യുറേറ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, ആദ്യം ഒരു ഫ്യൂച്ചർ കോസ്റ്റ് എങ്ങനെ പ്രിഡിക്ട് ചെയ്യുക, ബൈ ബേസ്ഡ് അപ്പോൾ പാസ്റ്റ് പ്രീവിയസ് ഇയറിലെ പെർഫോമൻസും പ്ലാന്റ് പ്രൊഡക്ഷൻ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണതും ഫ്യൂച്ചർ കോസ്റ്റിനെ കുറിച്ച് പ്രിഡിക്ട് ചെയ്യണതും. ഓക്കെ, നെക്സ്റ്റ് ആണ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനാ ഹെൽപ്പ് ചെയ്യണം, അക്യുറേറ്റ് ആയിട്ട് ഇൻവെന്ററി വാല്യൂ ചെയ്യാനാണ്. ആക്ച്വലി ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. എസ്പെഷ്യലി ബാലൻസ് ഷീറ്റ് ആവാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇതിലൂടെ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, സോ വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് അക്യുറേറ്റ് ആയിട്ട് ഒരു ഇൻവെന്ററി സ്റ്റോക്ക് വാല്യൂ ചെയ്തിരിക്കണം. സോ വെരി ഇമ്പോർട്ടന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ, എസ്പെഷ്യലി ബാലൻസ് ഷീറ്റും അതേപോലെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സർവീസ് ചെയ്യാനും എന്ത് ചെയ്യും, കോസ്റ്റ് എത്രയാണെന്നൊക്കെ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക, എന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നെസസറി ആയിട്ടുള്ള ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ്, ഏതൊക്കെയാണ് ബാലൻസ് ഷീറ്റ്. സോ എൻഷുർ ചെയ്യുക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു, ഗ്യാപ്പ് അല്ലെങ്കിൽ IFRS. ഓക്കെ, സോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് വന്നിട്ട് നെസസറി ആയിട്ടുള്ള ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്ന, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, സോ ഗുഡ്സ് സോൾഡ് ചെയ്തതിന്റെ കോസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ എന്തിനാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസി ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സോ ഇതിനൊക്കെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലൈൻസ് അതിനുശേഷം ഉറപ്പുവരുത്തണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടത്, ഗ്യാപ്പ് അല്ലെങ്കിൽ IFRS ഫോളോ ചെയ്യേണ്ടത് ആദ്യം ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് പെർഫോമൻസ് എവാലുവേഷൻ എന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആക്ച്വലി എന്താണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉദ്ദേശിച്ച ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ്, പ്രൊഡക്ഷൻ യൂണിറ്റ് എത്രയുണ്ട്, എത്ര പ്രോഡക്റ്റ് ഉണ്ട്, എത്ര പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലൈൻ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ആക്ച്വൽ കോസ്റ്റും നമ്മൾ സെറ്റ് ചെയ്ത ബഡ്ജറ്റും സ്റ്റാൻഡേർഡ് വെച്ച് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഫീച്ചേഴ്സ് ഓഫ് എന്തായിരുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ്. ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാ, കോസ്റ്റ് ഡിറ്റർമിനേഷൻ, നെക്സ്റ്റ് എന്തായിരുന്നു, കോസ്റ്റ് കൺട്രോള്, നെക്സ്റ്റ് എന്താ, കോസ്റ്റ് റിഡക്ഷൻ, നെക്സ്റ്റ് അതേപോലെ എന്ത് ചെയ്യുക, കോസ്റ്റ് റിഡക്ഷൻ കഴിഞ്ഞിട്ടാണ് പ്രോഫിറ്റ് പ്ലാനിങ്, നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ്, ബഡ്ജറ്റിംഗ്, വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പെർഫോമൻസ് ഇവാലുവേഷൻ. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എം ഫേവർ ലേണിംഗ് ആപ്പ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക. പെയ്ഡ് കോഴ്സിന് പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് നിറയെ ക്ലാസ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഒന്നുകൂടെ ഡീപ്പായിട്ട് നന്നായി പഠിക്കാം. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? സോ എം ഫേവർ ലേണിംഗ് ആപ്പിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കിൽ നിന്ന് മെയിൻ കോൺസെപ്റ്റിലോട്ടാണ് പോവുക. പ്രിലിംസിനും മെയിൻസിനും ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്താണ്? വാട്ട് ഈസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? സോ ഫസ്റ്റ് ഏതായിരുന്നു? ടു കാൽക്കുലേറ്റ് ടാക്സ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ടു ഡിറ്റർമൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ കമ്പനി. ഓപ്ഷൻ സി ടു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ കോസ്റ്റ്. ഓപ്ഷൻ സി ടു അസസ് എ കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പൊ നമ്മുടെ എന്തായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തായിരുന്നു? ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്. ടു അസർട്ടൈൻ പ്രൊഡക്ഷന്റെ കോസ്റ്റ് എത്രയുണ്ട്, അതേപോലെ എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. സോ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു അസർട്ടൈൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ്? ടോട്ടൽ കോസ്റ്റ് വരുന്ന കോമ്പോണന്റ് അല്ലാത്തത് ഏതാണ്? ഇപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ ഓൾറെഡി അറിയാം എന്തൊക്കെയാണ്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഡയറക്ട് കോസ്റ്റ്, ഇതൊക്കെ കോസ്റ്റ് വരുന്ന കാറ്റഗറീസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആണ് ഈസ് നോട്ട് കോമ്പോണന്റ് ഓഫ് എ ടോട്ടൽ കോസ്റ്റ്. ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ആണ് in cost accounting which of the following costs remain constant per unit regardless of changes in level of production? അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഏതാണ് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വരെയും എന്ത് ചെയ്യുക? റിമൈൻ കോൺസ്റ്റന്റ് ആയിട്ട്. കോൺസ്റ്റന്റ് പറയുമ്പോൾ ഒരു ചേഞ്ച് വരാതെ കറക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഏതാണ്? ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ. ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഡയറക്ട് കോസ്റ്റ്. ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് എ പ്രൈമറി പർപ്പസ് ഓഫ് എ കോസ്റ്റ് ഷീറ്റ്? കോസ്റ്റ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രൈമറി പറഞ്ഞാൽ ഫസ്റ്റ് പർപ്പസ് എന്താണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ? സോ എന്ത് ചെയ്യുക? ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഫസ്റ്റ് എന്താ? ടു ഓപ്ഷൻ എ ടു റെക്കോർഡ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ്. നെക്സ്റ്റ് എന്തായിരുന്നു? ടു കാൽക്കുലേറ്റ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് എന്തായിരുന്നു? to show the profit and loss of the company. Next, to maintain inventory records. Next എന്തായിരുന്നു നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആണ്. ടു കാൽക്കുലേറ്റ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ എന്തായിരുന്നു പ്രൈമറി പർപ്പസ് ഓഫ് എ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്? ടു കാൽക്കുലേറ്റ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്തെന്ന്? നെക്സ്റ്റ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഫോർമുല ടു കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്തായിരുന്നു? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് അല്ലെ? സോ ഓപ്ഷൻ എ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ബി സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്, സി ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, ഡി സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ്. സോ എന്താണ് കറക്റ്റ് ആൻസർ? കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ബ്രേക്ക് ഈവൺ പോയിന്റ് ഈസ് എ ലെവൽ ഓഫ്. ബ്രേക്ക് ഈവൺ പോയിന്റ് പറയുമ്പോൾ എന്തായാലും നമ്മുടെ ആൻസർ ടോട്ടൽ റവന്യൂ ഈക്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഓപ്ഷൻ ബി ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. നെക്സ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. പ്രോഫിറ്റ് ഈസ് മാക്സിമൈസ്ഡ്. സോ എന്തായാലും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? ഫിക്സഡ് പ്ലസ് വേരിയബിൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സിസ്റ്റം? സോ ഏതാണ് ട്രൂ എന്നാണ്? ഫസ്റ്റ് ഓപ്ഷൻ എ ആക്ച്വൽ costs are recorded in financial statements. Option B costs are not controlled. Option C costs are predetermined and compared with actual performance. Option D no variance are calculated. So എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്രീഡിറ്റർമൈൻ ചെയ്ത് ഓൾറെഡി നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യാം? ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് എ പ്രൈമറി പർപ്പസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്? സോ മെയിൻ ഫസ്റ്റ് പർപ്പസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്തായിരുന്നു? ടു അലോക്കേറ്റ് ഫിക്സഡ് കോസ്റ്റ്, ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, ടു ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടു കാൽക്കുലേറ്റ് ഫിക്സഡ് കോസ്റ്റ് ഇൻ ടോട്ടൽ. സോ വാട്ട് ഈസ് എ പ്രൈമറി പർപ്പസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആക്ച്വലി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാം? ആക്ച്വൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആണ്. എന്താണ്? ടു ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ കോസ്റ്റ് എന്ത് ചെയ്യുക? ഡിറ്റർമൈൻ ചെയ്യുക വേരിയബിൾ കോസ്റ്റിൽ. കാരണം മാർജിനൽ കോസ്റ്റ് എന്ത് മാത്രമേ ഇൻക്ലൂഡ് ആവുള്ളൂ? വേരിയബിൾ ഇൻക്ലൂഡ് ആവുള്ളൂ. അവിടെ എന്ത് ഇൻക്ലൂഡ് ആവില്ല? ഫിക്സഡ് ഇൻക്ലൂഡ് ആവില്ല. സോ എന്തായിരുന്നു ആൻസർ? ഓപ്ഷൻ സി ആണ്. ടു ഡിറ്റർമൈൻ പ്രൊഡക്ഷന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക വേരിയബിൾ കോസ്റ്റ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. എ ബി സിയിൽ ഓവർഹെഡ് കോസ്റ്റ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തായിരുന്നു ആൻസർ? ഓപ്ഷൻ സി ആണ്. ആക്ടിവിറ്റീസ് ദാറ്റ് ഡ്രൈവ് കോസ്റ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിന്റെ ബേസ്ഡ് ആയിരിക്കും എന്ത് ചെയ്യുക? കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുക? പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് എന്തായിരുന്നു? ഡയറക്റ്റ് ലേബർ ആണ്. അതാണ് എന്ത്? പ്രൈം കോസ്റ്റ്. സോ ഓപ്ഷൻ എന്തായിരുന്നു? സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. ഓപ്ഷൻ ബി ഡയറക്റ്റ്
ലേബർ പ്ലസ് ഫാക്ടറി ഓവർഹെഡ്, ഓപ്ഷൻ സി ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ, ഓപ്ഷൻ ഡി ഡയറക്റ്റ് ലേബർ പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. സോ എന്തായിരുന്നു കറക്റ്റ് ആൻസർ? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ ആണ് എന്ത് ചെയ്യുക, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇപ്പൊ നമ്മളിപ്പോ നോക്കിയത് കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ മീനിങ് അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ എംഫേവർ ലേണിംഗ് ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തതിന് ശേഷം ഈ കോഴ്സസിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടിൽ PSC എക്സാമിന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. മെയിൻ എക്സാമിന് പ്രിലിംസ് എക്സാമിന് ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ ഇത് ഫോളോ ചെയ്യുക കറക്റ്റായിട്ട്. എല്ലാ ക്ലാസ്സസും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. പെയ്ഡ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനും ക്ലാസ്സസ് നമുക്ക് റെഫർ ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഓക്കെ.